Hello, I am Juan Ki-jin from South Korea. Glad to meet you, Mr. Kishore. മനസ്സിലായില്ലേ? ഇത് ലോക പ്രശസ്ത കൊറിയൻ സിനിമാ സംവിധായകൻ ജുവാങ് കി-ജിൻ. നിങ്ങൾ പേരും പണവും ഉണ്ടാക്കിയ ടേണിംഗ് പോയിന്റ് എന്ന സിനിമയുടെ ഒറിജിനൽ ക്രിയേറ്റർ. ഇദ്ദേഹത്തിന്റെ സംതിങ് ഔട്ട് ഓഫ് നത്തിങ് എന്ന കൊറിയൻ സിനിമയുടെ ഫോട്ടോ കോപ്പിയാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം. മിസ്റ്റർ ജുവാങ്ങിന്റെ സിനിമ കൊറിയയിൽ ഒരു വൻ പരാജയമായിരുന്നു. ഇന്ത്യൻ മണി ഏകദേശം 5 കോടി രൂപയാണ് ഇദ്ദേഹത്തിന് നഷ്ടമായത്. അപ്പോഴാ അറിയുന്നത് ആ കഥ മോഷിച്ചുണ്ടാക്കിയ സിനിമ ഇവിടെ പണം തകർത്തു വരുന്നു. Relax, relax. This is my film, something out of nothing. First watch it, then we will meet again. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. 저 데릭 크레인 컨트롤 박스는 덮고 갈까 해서요. 당하지. 야, 맞죠? 이거 콜라야? ഇത് പണിയാവിട. സബ്ജക്റ്റിൽ മാത്രമല്ല സീനിലുണ്ട് സാമ്യം. ആശയത്തിൽ മാത്രമായിരുന്നെങ്കിൽ നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. കഥ അയാളുടെ പേര് വെച്ചാൽ മതിയായിരുന്നു. അല്ല എന്തേട്ടാ, മോട്ടിച്ച കഥ സിനിമയാക്കിയ സമാധാനം പറയേണ്ടത് സംവിധായകൻ കൂടിയാ. അന്വേഷിച്ചോടാ? അന്വേഷിച്ചു. പൈനാവിലെന്നല്ല, കേരളത്തിലെ ഒരു വില്ലേജ് ഓഫീസിലും അങ്ങനെ ഒരാളെ ജോലി ചെയ്യുന്നുമില്ല, ചെയ്തിട്ടുമില്ല. അപ്പൊ ഒരു പ്ലാന്റ് ചീറ്റിംഗ് ആയിരുന്നു. റാസ്കൽ. കേട്ടിടത്തോളം ഒരു ബോൺ ക്രിമിനലാണ് നന്ദേട്ട. എ പ്രൊഫഷണൽ ഫ്രോഡ്. നന്ദേട്ടാ, അപ്പൊ ഇനി നീ സമാധാനപ്പെടു. എന്തായാലും നമുക്ക് അവരൊന്ന് കാണാം. ഉദ്ദേശം എന്താണെന്നറിയല്ലോ. First of all, I will call the press meeting, then to the court. സത്യത്തില് ഞങ്ങൾ നിങ്ങളുടെ കഥ കേട്ടിട്ട് പോലുമില്ല. ഏതൊരു ഫ്രോഡ് വന്ന കഥ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് താല്പര്യം തോന്നി. പ്രൊഡ്യൂസറായ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടതും ഈ കഥ തന്നെയാ. അതൊക്കെ നിങ്ങളുടെ കാര്യം. Why should we bother about it? Can we have any compromise? Yes, Mr. Nandakumar. We are ready for a compromise. 5 crores. 5 കോടിയാ ഇദ്ദേഹം കോമ്പൻസേഷൻ ആയിട്ട് ആവശ്യപ്പെടുന്നത്. 5 കോടിയാ? എന്റെ ആറ്റുകാല അമ്മച്ചി. കൊറിയൻ പോയല്ല വെള്ളത്തിലെങ്ങാനും മുക്കി കൊന്നാലോ? നന്ദേട്ടാ, 5 കോടി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതൊക്കെ അറിയാം. ഡിമാൻഡ് അംഗീകരിക്കുന്നെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മീഡിയാസ് ആഘോഷിക്കുന്നത് ഈ കഥാമോഷണത്തിൻ്റെ കഥയായിരിക്കും. ഒരൊറ്റ ചിത്രം കൊണ്ട് മലയാള സിനിമയുടെ കൊടുപിടിയിലെത്തിയ തൻ്റെ വീഴ്ച ഭൂമിയിലേക്കല്ല, അങ്ങ് പാതാളത്തിലേക്കായിരിക്കുവേ. Okay, we agree. We need 15 days. Okay. പക്ഷേ 15 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 15 തന്നെ ആയിരിക്കണം. But one condition. അതുവരെ ഇദ്ദേഹത്തെ ആരും ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല, ഇദ്ദേഹം ആരും മീറ്റ് ചെയ്യാനും പാടില്ല. ഓക്കെ. അപ്പോഴേ
ഇദ്ദേഹത്തിന്റെ അക്കോമഡേഷനും മറ്റുമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. Okay, see you later on. കം മിസ്റ്റർ ജോങ്. നന്ന സാറേ 5 കോടി തന്നെ കേട്ടിട്ട് എന്റെ തലകൾ പെരുക്കണ്. ഇത് മോട്ടിച്ച കളയത് എവനെങ്കിലും എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു. ഞാൻ ഇതിന്റെ അവകാശങ്ങളെല്ലാം നിങ്ങൾക്ക് അങ്ങ് എഴുതിത്തരാം. എനിക്ക് ഇതിന്റെ ലാഭം വേണ്ട, നഷ്ടം വേണ്ട. എന്നെ ഒന്ന് ഊരിത്താൻ നന്ന സാറേ. എന്റെ പീതാംബരം ഒന്ന് ധൈര്യമായിട്ടിരിക്കേ. അല്ലാന്തേട്ടാ ഈ 15 ദിവസത്തെ അവധി എന്നൊക്കെ പറയുമ്പോ ഇനി 15 ദിവസം തികയാൻ 15 ദിവസമില്ലടാ. വാ. അവന്റെ ഉണക്ക ചെരുപ്പ് തേങ്ങ ഓണിയൻ. എന്താ ഒരു ആലോചന? ഒന്നുമില്ല. അടുത്ത പടത്തിന്റെ കഥ വല്ലതുമാണോ? പിന്നെ ഈ തലയ്ക്കകത്ത് നിന്ന് ഇനി വരാനുള്ള കഥ ടേണിംഗ് പോയിന്റിനേക്കാളും സൂപ്പർ ആയിരിക്കണം. ഓ അതെ, അടുത്ത മാസം ഓഫീസിലെ റിക്രിയേഷൻ ക്ലബിന്റെ വാർഷിക. നിന്നെ സമ്മാനദാനത്തിന് വിളിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. കൺസെന്റ് വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചു വിട്ടിരിക്കുക. ഞാൻ അത്രയ്ക്ക് വലിയ VIP ഒന്നും ആയിട്ടില്ല. ഓ എന്നാ ഒരു ജാടയാ. ദേ അരവിന്ദ് മൂർത്തി സാറാ ചീഫ് ഗസ്റ്റ്. ഞാനിന്ന് അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയിരുന്നു. എന്നാ ക്യാരക്ടറാ, എന്തൊരു സിംപ്ലിസിറ്റി. ദേ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകനൊപ്പം വേദി പങ്കിടാൻ കിട്ടുന്ന ചാൻസാ. ഞാൻ ഇല്ലേ. എന്താ നീയ്? നീ ഇപ്പൊ ഒരു ചായ ഉണ്ടോ? ചായ? ഹലോ നന്ദേടാ. അയാളെ ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൂടിയിരുത്തിയിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാ. അയാളെ ഡീൽ ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു കുക്കിനെ അയച്ചിട്ടുണ്ട്. 오빤 강남스타일 강남스타일 낮에는 따사로운 인간적인 여자 커피 한 잔에 여유를 아는 품격 있는 여자 밤이 오면 심장이 뜨거워지는 여자 그런 반전 있는 여자. Hey cook, I am no cook. My name is Whitey. I know you are Whitey. I'm very hungry. Please bring my food. Yes, boss. I am very soon. A bloody pole. Bring it soon. നിന്റെ തന്ത എല്ലാം കോംപ്ലിമെന്റ് ആയി കഴിയുമ്പോഴേ തന്ത സാറ് മന്ത്രിയാവുമ്പോഴേ എന്നെ മന്ത്രിമന്ദിരത്തിലെ കുക്കറാക്കാന്ന് പറഞ്ഞത് കൊണ്ടാ. അതുകൊണ്ടാണ് ക്ഷമിക്കണത്. അല്ലെങ്കിൽ പാലം വിഷം കൊടുത്ത കൊന്നാന്. Whitey, I can understand bad words in Malayalam. എന്റെ ഈശ്വരാ, ഞാൻ പറഞ്ഞതല്ലാൾ കേട്ടാ. ഏത് ഭാഷ തെറി പറഞ്ഞ ഇതിനൊക്കെ മനസ്സിലായിക്കൊള്ളു. ആ തട്ടിക്കോ സാറേ, തട്ടിക്കോ. Thanks. Whitey, interesting name. Who gave you this beautiful name? ഞാൻ ജനിച്ചപ്പോ നല്ല മഞ്ഞൾ പോലെ ഇരുന്നേച്ചു സാറേ. അത് കണ്ടപ്പോഴേ അന്ന് മഞ്ഞളിച്ച പച്ചരിട്ട പേരാണ് വെളിമ്പിന്ന്. അത് ഞാനേ ന്യൂ ജനറേഷൻ ആക്കിയതാ വൈറ്റിന്ന്. വേലക്കാര് പറ്റിച്ചതാണ് സാറേ. മഞ്ഞ നിറം മറം വെയിൽ കൊള്ളിക്കണമെന്ന് വൈറ്റാട്ടി പറഞ്ഞു. വെയിൽ കൊള്ളിക്കാൻ ടെറസിന്റെ മോളിൽ കൊണ്ടേ വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയി. ആ അങ്ങനെയാണ് കറുത്തത്. ഓ ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാനേ വെള്ളം എടുത്തത് വാട്ടർ വാട്ടർ. Yes, yes, bring it. I am a whitey. സാറേ, അയ്യോ സാറേ, എന്ത് പറ്റി സാറേ? അയ്യോ സാറേ, അയ്യോ സാറേ, ഇരിക്കും സാറേ. വാ 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 സാറേ, ഇരി. അയ്യോ. ഹലോ നന്ദകുമാർ സാറേ. ആ എന്താ വൈറ്റി? ആ കൊറിയക്കാരൻ ഇവിടെ കിടന്ന് ഛർദ്ദിക്കാണ് സാറേ. നിങ്ങൾ അയാൾക്ക് എന്താ കൊടുത്തത്? നെയ്മീൻ വറുത്തതും ചിക്കൻ ഫ്രൈയുവാ. ആ വെറുതെ അല്ല, അയാള് കൊറിയക്കാരനല്ലേ വൈറ്റി. വല്ല പട്ടിയോ പാമ്പിനോ ഒക്കെ പിടിച്ചു കൊടുക്ക്. ആ ഓക്കെ. ഓ ഈ പാമ്പിനെ പട്ടിക്കൊക്കെ ഞാനിപ്പോ എവിടെ പോകാനാ?
ബോയ് ഫ്രണ്ടാ, ഫേസ്ബുക്ക് ഫ്രണ്ട്. വരുന്ന ചിങ്ങത്തിലേ ഞങ്ങളുടെ ജയരാജ. ഇത്ര നേരമായിട്ടാണ് ഇവിടെ പോയി കിടക്കേ. അയ്യോ വാ, ഇതിനകത്തോണ്ടൊക്കെ അല്ലെങ്കിൽ ആ പട്ടി വാന്തും. Oh, what's a delicious food? ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ബുദ്ധി. സാറിന്റെ അടുത്ത സിനിമയിൽ ഒരു വേഷം കൊടുക്കണേ. നെക്സ്റ്റ് ഫിലിം ചാൻസ്. Okay, I will try. താങ്ക് യു അണ്ണ. You are welcome. സെയിം ടു യു. ഡാർലിംഗ്, ഇതെന്തോന്നത്? സിറിയയിലെ യുദ്ധക്കളോ? അവിടത്തെ കൊച്ചമ്മയുടെ കിടന്ന് ഉറങ്ങുന്ന പട്ടിയായത്. അവര് കാണണം, ചങ്ക് പൊട്ടിച്ചാവും. പിന്നെ വേറൊരു കേസ്, പവർ കട്ട് സമയത്തൊന്നും നീ അയാളടുത്ത് പോയി നിൽക്കരുത്. പട്ടിയെ തിന്നുന്നവരാണ് നല്ലൊരു മനുഷ്യനാ. എടി അതല്ല, അങ്ങാര് വല്ല വവ്വാല വീട്ടിലാന്ന് പറഞ്ഞ് നിന്നെ എടുത്ത് തിന്നും. നിന്നെ തിന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരുണ്ട്? പോട്ടെ, പോണോ? നിന്നെ സൂക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ. പ്രായം അതാ. നട്ടപരിഹാരം പോലും 5 കോടി രൂപ അമ്മമ്മയുടെ കായ് കൊടുക്ക പൊട്ടിച്ചു കൊടുക്കോ? കൊറിയൻ പോലീസിന് ഇടിയോട്ട് ഭരിക്കുന്നതിന് നല്ലത് കുടിച്ച് കൂപ്പടിക്ക് ചാവുന്നതാ. നിനക്കറിയാല, മദ്യ കൈകൊണ്ടല്ലേ തൊള്ളാതല്ല തീയൊക്കെ കൂടി കുടിയരാക്കി. മച്ചമ്പി ഒരു പ്ലേറ്റ് ചത്ത കോഴിയും ചപ്പാത്തിയും പറയട്ടാ. നീ എന്തിരുന്ന് ചേർന്നെ? പാവപ്പെട്ട എന്റെ മച്ചമ്പിയെ കൊണ്ട് പടുകുഴിയിലാക്കിയപ്പം നിനക്ക് സമാധാനമായല്ലേ? പണ്ടത്തെ സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ഉണ്ടല്ലേ 4 പ്ലേറ്റ് ചിക്കൻ തീരേണ്ട നേരായടാ. ഇപ്പൊ ഇതാ കനവില്ലാത്ത കുറെ കൊണ്ടാട്ടം മാത്രം. നിങ്ങളൊന്നും ബഹളം ഉണ്ടാക്കാതെ. ഇയാളോടൊന്നും പറയണ്ട. ഞാൻ ഏതായാലും ഇപ്പൊ കൊറിയയിലെ കോഴിക്കട്ടത് ശീലിക്കാൻ പോവുകയാണ്. മച്ചമ്പി ഒരു സംശയം, കൊറിയയിൽ കൊഴുക്കട്ട ഇല്ലല്ലോ, വത്സനല്ലേ? അണ്ണന്റെ കരച്ചിൽ കേടാത്തൊന്നും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന്. ഈ സംഭവം എങ്ങാനും ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ ഈവിടം പപ്പയുടെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട്? ഈ അച്ഛനെ വിളിക്കാൻ കണ്ട നേരം. ഈ നല്ല സാറ് എന്തിനു കണ്ടിട്ടാണ് ഭാരതീയസോട് പൈസ കൊടുക്കാന്ന് പറഞ്ഞത്? ചുമ്മാ മച്ചമ്പി തേച്ചതാന്നേ, മച്ചമ്പി പെട്ടു. ഇനി കൊറിയൻ ജയിലിൽ വന്ന് മച്ചമ്പിയെ കാണുന്ന കാര്യം ആലോചിക്കുമ്പോഴാ. അതുമല്ല വിസയുടെ കാര്യമൊക്കെ എന്തരാവോ എന്ത്. നിനക്ക് ചൊക്കനടിക്കാനും ഞണ്ണാനും ഞാൻ വേണം. എനിക്കൊരു തട്ടിയുടെ വന്നപ്പോ ഞാൻ വർത്താനം പറയുന്ന കൊറിയയിലോട്ട് പോകുമ്പോ നിന്നെ കൊണ്ടേ പോകുന്നുള്ളു. മച്ചമ്പി സർ, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ രവി വെഞ്ഞാറമൂട്. ശരി ശരി, വന്ന കാര്യം പറ. ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ സുഗതൻ. സൂപ്പർ ഹിറ്റായ ഹോട്ടൽ ന്യൂയോർക്കിന്റെ ഡയലോഗ് റൈറ്ററാ. എന്റെ കയ്യിലൊരു വെറൈറ്റി സബ്ജക്റ്റ് ഉണ്ട് സർ. പിന്നെ വെണൈറ്റി, ഒരു വെണൈറ്റി എടുത്തതിന്റെ കാന്തൽ ഇതുവരെ തീർന്നിട്ടില്ല. ഒരു നല്ല പടം എടുത്ത് നാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാണ്ട് വന്ന് നിൽക്കുന്നത് കൊറിയ എന്നൊരുത്തൻ നട്ടപരിഹാരം ചോദിച്ചോണ്ട്. ഇനിയിപ്പോ ഇതൊരു പടമാക്കി എടുത്ത എവിടെ നിന്നൊക്കെ ആള് വരും? അപ്പി ചൈനയെന്നാ ടാക്കിയെന്നാ അതാ ജപ്പാനീന്നാ? ആ കണ്ണാടി പേല നീ വായര്, അണ്ണൻ കേക്കട്ടെ. വേണ്ട സർ, ഞാൻ പിന്നെ വരാം. ശരിയാവില്ല. മച്ചമ്പി അവന്മാരെന്തിനു വായിക്കാതെ വെക്കളങ്ങത്? ഇതും ഓടിച്ചു തന്നെ യവന്മാർക്കൊക്കെ കുത്തിയിരുന്ന ആലോചിച്ചൊരു കഥയുണ്ടാക്കി കൂടെ? നോക്കണ്ണ, ഇതിവിടെ ആരും കണ്ടു കാണത്തില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തന്മാര് വിദേശത്തുനിന്ന് വന്ന നമ്മൾ എങ്ങനെ ജീവിക്കും രവിച്ചേട്ടാ? ആ, ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു. കൊതിക്ക് വേണ്ടി ഒരു കൊച്ചു ബെൻസും എടുത്തു. ആ, ഇനി പഴയതുപോലെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കിടന്ന് തള്ള. മച്ചാനെ,
ഈ ഡബിൾ നമ്പർ എന്ന കൊറിയ സിനിമയില് ഹീറോ ഹീറോയിന്റെ സിസ്റ്ററുമായി ബന്ധപ്പെടുന്നു. നമ്മൾ മലയാളത്തിലേക്ക് കോപ്പി ചെയ്യുമ്പോ മലയാളത്തിലാവുമ്പോ ഒരു ചേഞ്ച് വേണ്ടേ മച്ചാനെ? മലയാളത്തിൽ ഹീറോ ഹീറോയിന്റെ മമ്മിയുമായി ബന്ധപ്പെടട്ടെ. ആർക്കാ ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത്? അല്ലേ രവി ചേട്ടാ? അല്ലേടാ മച്ചു? അപ്പൊ മച്ചു, സീൻ തുടങ്ങുന്നത് ഹീറോ ഹീറോയിന്റെ വീട്ടിലേക്ക് സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വരും. കോളിംഗ് ബെൽ അമർത്തുന്നു. ആരും തുറന്നില്ല. ഒന്ന് തൊട്ടപ്പോ വാതിൽ താനെ അങ്ങ് തുറക്കുന്നു. നമ്മുടെ ഹീറോ അവിടെ മൊത്തം തിരയുന്നു. ആരെയും കാണുന്നില്ല. വീണ്ടും ഹീറോ ഇങ്ങനെ തിരയുമ്പോൾ അവിടേക്ക് കുളി കഴിഞ്ഞു വരുന്ന ഹീറോയിന്റെ മമ്മി, അതും ബാത്തിങ് കോസ്റ്റ്യൂമിൽ. അത് കണ്ട് പെട്ടെന്ന് ഹീറോയ്ക്ക് ടെംപ്റ്റേഷൻ. ഹീറോ ഹീറോയിന്റെ മമ്മിയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ പരസ്പരം മന്ത്രിച്ചു. അടുത്ത കട്ട് മമ്മിയുടെ ബെഡ്റൂം. ജില്ല 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 ജില്ല. അതെ, നമുക്ക് ഹീറോയിന്റെ മമ്മിയായിട്ടെ ഹിമ റോസിനെ കൊണ്ടുവരാം. കാരണം ഹീറോ ഞാനാണല്ലോ. ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തത്? നെക്സ്റ്റ് ഷോട്ട് ഓപ്പൺ ചെയ്യുന്നത് കിളിപ്പച്ച കളർ ആക്റ്റീവയിൽ വീട്ടിലേക്ക് വരുന്ന ഹീറോയിൻ. വന്ന ഉടനെ അവിടെ മൊത്തം നോക്കുന്നു. അവിടെ ഇവിടെ ചില അപശബ്ദങ്ങൾ മാത്രം. വാതിൽ തുറന്നു നോക്കുന്ന ഹീറോയിൻ ഞെട്ടലോടെ ആ കാഴ്ച കാണുന്നു. കണ്ടപാടെ ഡോർ വലിച്ചടയ്ക്കുന്നു. ആ വാതിലിൽ ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അയ്യപ്പ ക്രിയേഷൻസ് പ്രസൻസ് എരിവും പുളിയും. മച്ചു, ഇത് 100 കൂട്ടേ മലക്കൂ. അണ്ണാ തട്ടിക്കോ. രവിച്ചേട്ടാ എങ്ങനെയുണ്ട്? പിന്നെ ആദ്യം ഈ പടം വേണമെന്ന് പ്രൊഡ്യൂസറായിട്ടൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് മതി ഈ കൊറിയൻ പടത്തിന്റെ കോപ്പിയടി. എരിയും പുളിയും പോലും. സിനിമ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വാർത്തയുമായാണ് സിനിമ ന്യൂസ് ഇന്ന് ആരംഭിക്കുന്നത്. കടലാസ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 12ഓളം ചിത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ഇവയിൽ സൂപ്പർ സ്റ്റാർ പ്രോജക്റ്റുകളും ഉൾപ്പെടുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നു? ഉടൻ ഷൂട്ടിംഗ് തുടങ്ങാനിരുന്ന എരിയും പുളിയും, ആരാടാ വലിയവൻ, പോടാ എലുമ്പ, ബിഗ് സീറോ തുടങ്ങിയ ന്യൂ ജനറേഷൻ സിനിമകളാണ് നിർത്തിവെച്ചിരിക്കുന്ന സിനിമകളിൽ പ്രധാനപ്പെട്ടവ. ഇവ റദ്ദ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ആരും വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും അന്യദേശ സിനിമകളുടെ പ്രമേയം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിരിക്കുന്നവയാണ് ഇവയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതോടെ ന്യൂ ജനറേഷൻ സിനിമകളുടെ വസന്തകാലം അവസാനിച്ചുവെന്ന് പ്രശസ്ത സംവിധായകൻ കേട്ടില്ലേ? സ്വന്തം തലച്ചോറ് പോലെ ഉപയോഗിക്കാൻ കഴിവില്ലാത്ത സ്റ്റൂപ്പിഡ്സ്. ഇവനൊക്കെ പോയി ചത്തൂടെ? പ്രൊഡക്ഷൻ കൺട്രോളർ രവി ഇങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായില്ല. ഒന്ന് കൺഫേം ചെയ്യാനാണ് എന്നോട് വരാൻ പറഞ്ഞത്. സത്യം എനിക്കും അറിയില്ല. സംഗതി ചളവാക്കിയതാ പീതാംബരൻ ചേട്ടന. ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. എന്തേ, ഒരു സിനിമ ചെയ്തപ്പോഴേക്കും ഞാൻ നിനക്ക് അന്യനായോ? സോറി സർ, പറ്റിപ്പോയി. എങ്ങനെയെങ്കിലും എനിക്ക് കുരുക്കിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. കേട്ടിടത്തോളം അയാളുടെ ലക്ഷ്യം പണം തന്നെയാണ്. അത് തരപ്പെടുത്തി കൊടുക്കാൻ നോക്ക്, കഴിയാവുന്നിടത്തോളം. ശരി സർ. സാർ, ഒക്കെ ശരിയാവും. ഈ സീനല്ലേ സാർ ഡബ് ചെയ്യേണ്ടത്? ഇതല്ല, ഇത് ഞാൻ വേറെ ചെയ്തിട്ടുണ്ടല്ലോ, കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ.